പ്രേക്ഷകരെ, പത്തനംതിട്ടയിലെ സ്ഥിതിയും മറിച്ചല്ല. 3 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് പത്തനംതിട്ടയിൽ മരിച്ചത് 2 കുട്ടികളടക്കം 3 പേരാണ്. പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച ശേഷമായിരുന്നു ഈ മരണങ്ങൾ എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. തെരുവ് നായ വിഷയം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിലും നടു റോഡിൽ നായ്ക്കൾ ആളുകളെ ഓടിച്ചിട്ട് കടിക്കുകയാണ് എന്നതാണ് വാസ്തവം. പെരുന്നാട് സ്വദേശിനി 12 വയസ്സുകാരി അഭിരാമി, കോഴഞ്ചേരി മർത്തോമ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഭാഗ്യലക്ഷ്മി, ഒടുവിൽ മണ്ണാർമല സ്വദേശിനി 57 വയസ്സുകാരി വീട്ടമ്മ കൃഷ്ണമ്മ. മാഞ്ഞുപോയത് കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷകളായിരുന്നു. ഇക്കഴിഞ്ഞ ഉത്രാടനാളിൽ ഉച്ചയ്ക്ക് വീടിന് സമീപം ബസ് കാത്തു നിൽക്കവെയാണ് കൃഷ്ണമ്മയെ തെരുവ് നായ കടിച്ചത്. പുരികത്തിനോട് ചേർന്ന് കവളിൽ, ചുണ്ടിലടക്കം 6 ഇടത്താണ് നായ കടിച്ചത്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പ്രഥമ ശുശ്രൂഷയിൽ പിഴവുണ്ടായെന്നാണ് പരാതി. സോപ്പ് വെള്ളത്തിൽ കഴുകുകയോ കഴുകാൻ നിർദ്ദേശിക്കുകയോ ചെയ്തില്ല. എല്ലാ മുറിവുകളിലും പ്രതിരോധ കുത്തിവയ്പ് എടുത്തില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. നേഴ്സ് അങ്ങനെ പറഞ്ഞു, അത് സോപ്പ് വാട്ടർ കഴുകാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞു എത്ര ആണെങ്കിലും റാബീസ് കേസ് ഫേസിൽ ഇൻഫെക്റ്റാണ്. അപ്പം ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ല. ഇവിടെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ ഉറപ്പില്ല. പക്ഷേ ഇവിടുത്തെ ഇതിൽ അത്രയ്ക്ക് ത്രട്ടനിങ് ആണ്. അപ്പം നമ്മുടെ സോപ്പ് വാട്ടർ ചെയ്തിട്ട് കഴുകിയില്ലേ ആ ഡേഞ്ചർ സിറ്റുവേഷൻ കൂടുകയാണ്. 15 മിനിറ്റ് റണ്ണിങ് വാട്ടർ കഴുകണമെന്ന് പറഞ്ഞു. 15 മിനിറ്റിൽ ഇപ്പം 2 മിനിറ്റെങ്കിലും ഒന്നും കഴുകിയിട്ടില്ല. പിന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ അത് വാഷ് ചെയ്യാതെ എന്തിനാണ് ഇഞ്ചക്ഷൻ എടുത്തത്? അപ്പം ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു വാഷ് ചെയ്തെന്ന്. അന്ന് ഞാൻ പറഞ്ഞു, വാഷ് ചെയ്ത് എന്തുകൊണ്ടാണ് വാഷ് ചെയ്തെന്ന് ചോദിച്ചു. അവിടെ ഉത്തരവില്ല. കഴുത്തിനു മേൽ നായകടിയേറ്റാൽ സ്ഥിതി ഗുരുതരമാണെന്നറിയാമെന്നിരിക്കെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ തീർത്തും അലംഭാവം കാണിക്കുകയായിരുന്നു അത്രേ. വീട്ടുകാർക്ക് അവരുടെ ഓരോരോ മെമ്പേഴ്സിനെ നഷ്ടപ്പെടുന്നെന്നുള്ള അല്ലാതെ വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് നടക്കുന്നതായിട്ടോ അല്ല ആരെങ്കിലും നടപടിയെടുക്കുന്നതായിട്ടോ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഓരോരുത്തർക്ക് മനസ്സിലാവുന്ന കാര്യമാണിപ്പോൾ. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ വന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങൾക്ക് നികത്താൻ പറ്റാത്ത ഒരു ഇതാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. 2ാം ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മറ്റ് 3 മുറിവുകളിൽ പ്രതിരോധ കുത്തിവയ്പ് എടുത്തത്. സെപ്റ്റംബർ 24-ന് കടുത്ത പനി ബാധിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഒക്ടോബർ 3-ന് ഉച്ചയ്ക്ക് കൃഷ്ണമ്മ മരണമടഞ്ഞു. പേവിഷബാധയേറ്റ് മരിച്ചതിൽ അഭിരാമിയുടെ കുടുംബത്തിന് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി 14,55,000 രൂപയാണ് നഷ്ടപരിഹാരം വിധിച്ചത്. ഇതിലേക്കുള്ള ആദ്യ ഗഡുവായി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ നൽകി. ഭാഗ്യലക്ഷ്മിയുടെ രക്ഷിതാക്കളും കൃഷ്ണമ്മയുടെ കുടുംബാംഗങ്ങളും നിയമ പോരാട്ടത്തിലാണ്. എന്നാൽ ബന്ധുക്കൾ ഉയർത്തിയ ആരോപണങ്ങളെ പാടെ തള്ളുകയാണ് ആരോഗ്യവകുപ്പ്. അതേസമയം പരാതിയിൽ ആശുപത്രി രേഖകളടക്കം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ DMOയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.